ധാംനാസ്വേന സദാ നിരസ്തകുഹകം എന്നാണ് ഭാഗവതം ആരംഭിക്കുമ്പോൾ കേട്ടത്. നാമസ്കന്ധ അപ്പോഴും കാണാം സമകാൻ സ്വധാമ എന്ന വാക്ക്. ഇത് ദശമസ്കന്ധം അവസാനമായപ്പോഴേക്കും ആ സ്വധാമഗമനാണ് ഏകാദശത്തിലെ അവസാനം. അതിൻ്റെ അലയൊലി കുറേശ്ശെ കേൾക്കാൻ തുടങ്ങി. ഭഗവാൻ സ്വധാമത്തിൽ നിന്ന് വന്നു, സ്വധാമത്തിലേക്ക് പോകുന്നു. ഏതാ ഭഗവാന്റെ സ്വധാമം, ഭഗവാന്റെ സ്വന്തം സ്ഥലം എന്നാണ് നമ്മളൊന്ന് ചോദിക്കുന്നത്, അല്ലേ? സ്വന്തം സ്ഥലം കണ്ടൊന്നുമില്ല ഭഗവാന്. അത് മനസ്സിലാക്കണില്ല നമ്മൾ. ഭഗവാൻ വളരെ ദൂരെ വൈകുണ്ഠം കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ വടക്കുള്ളവരാണെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ചൂണ്ടിക്കാണിക്കും. തിരുവനന്തപുരത്ത് എന്നാലോ തിരുവനന്തപുരത്ത് പറയുന്നത് കാസർഗോഡുണ്ട് ഒരു അനന്തപുരം. അപ്പോൾ കാസർഗോഡുള്ള അനന്തപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള അനന്തപുരം വരെ നീണ്ടു നിവർന്ന് കിടക്കണു. അതാണ് ഭഗവാന്റെ സ്വധാമം. എന്നാൽ കേരളം ഭഗവാന്റെ സ്വധാമാണ്, ഭാരതം ഭഗവാന്റെ സ്വധാമാണ്. ഏതാ അല്ലാത്തത്? അപ്പോൾ ഭഗവാന്റെ സ്വധാമം അല്ലാണ്ട് ഒന്നുമില്ല. സകല ജീവജാലങ്ങളുടെയും ആ ഏറ്റവും ന്യൂക്ലിയസ് ആയിട്ട് ഈ ഭഗവാനാണ്. ഇതൊക്കെ മനസ്സിലാവാനാണ് ഓരോ കഥകളും ഇങ്ങനെ പറയണത് എന്ന് പറഞ്ഞാൽ കഥകളും ഇതും കൂടിയുള്ള ബന്ധം നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ പ്രകാശുരൻ എന്നൊരാൾ ഞാൻ ഈശ്വരനെ ഭരിക്കാൻ മോഹിക്കുന്നുണ്ടെന്നും പറഞ്ഞ് നാരദനോട് പറഞ്ഞത്രേ, ഈശ്വരനെ സേവിക്കേണ്ടത് ആരെയാ? എളുപ്പം വേണം എനിക്ക്. നാരദൻ പറഞ്ഞു, സത്യദേശ ഗിരീശം ഉപാസിതും, ശിവനെ സേവിച്ചോളൂ, വേഗം പ്രത്യക്ഷപ്പെടും. മതി നാരദൻ, ഞാൻ സേവിച്ചോളാം. കേദാരഘട്ടത്തിലോ കേദാരനാഥിലോ ഒക്കെ പോയിട്ട് അയാൾ സേവ ചെയ്യണത് എങ്ങനെയാണ്? സ്വന്തം ശരീരത്തിലെ മാംസെടുത്ത് തീയിൽ ഹോമിച്ചുകൊണ്ട് കഴുത്തവിടെ വെട്ടി അരിക്കിടാൻ ഒരു മടിയില്ല. സപ്താഹമാണെന്ന് അയാൾ പറയണത്. അപ്പോൾ മഹാദേവൻ വന്ന് വെട്ടിയിടാൻ ഭാവിക്കുന്ന ആളുടെ കൈ പിടിച്ച് പറഞ്ഞു, എന്തിനാ അത്ര തീക്ഷ്ണമായിട്ടുള്ള വ്രതമൊക്കെ? ഞാനും പാർവതിയും പ്രത്യക്ഷപ്പെട്ടു, എന്താ വരം വേണ്ട വെച്ചാൽ ചോദിച്ചോളൂ. പാർവതിയെ കണ്ടപ്പോൾ പറഞ്ഞു, വരം എന്താ വേണ്ടത്? തീർച്ചയായും തലയിൽ കൈ വെച്ചാൽ അപ്പം ചാവണം, ആ വരാ തരേണ്ടത്. അയ്യോ ഞാൻ തന്നെ സേവിച്ചില്ലേ? എന്നാ തന്നോ? അതെയോ? എന്നാ തല കാണിക്കുക. തൻ്റെ തലയിൽ കൈ വെച്ച് തന്നെ കൊന്ന് എനിക്ക് ഇവിടെ തട്ടിക്കൊണ്ട് പോകണം, അതാ എൻ്റെ പ്ലാൻ. പാർവതി അപ്പം പ്രത്യക്ഷയായി. ആലോചിച്ച് നോക്കൂ, നമ്മളെ പോലെയുള്ളവരെ അനുഗ്രഹിക്കാൻ വരുന്ന ഈശ്വരന്മാരുടെ ഒരു ഗതികേട്. ഇതാണ് വൃതാസുരൻ ശിവന്റെ പിന്നാലോടി. ഗുരുവായൂരപ്പൻ സ്വധാമത്തിൽ കൂടെങ്കിലും വന്നോളൂ ശങ്കര, ഇവിടെ വിളിക്കാം. ഭഗവാനകത്തേക്ക് പോയി മഹാദേവൻ. ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ നാരായണമൂർത്തി ഈ വൃതാസുരന്റെ മുമ്പിൽ വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുന്ന ഒരാളുടെ വേഷത്തിൽ ബ്രഹ്മചാരിയായിട്ട് നിന്നു. ഇയാൾ വന്നപ്പോൾ പറഞ്ഞു, താൻ എന്തിനാ ഓടുന്നത്? അല്ല ശിവന്തിരെ പോയെങ്കിൽ ഞാൻ പിടിച്ചു തരാം, എന്താ ആവശ്യം? ഞാൻ അയാളെ സേവിച്ചു, വരം മേടിച്ചു, കൈ തലയിൽ വെച്ചാൽ ചാവണമെന്ന്. അത് പരിശോധിക്കാൻ അയാളുടെ തലയിൽ വെക്കാൻ പോകുമ്പോൾ അയാൾ ഓടി. അത് പറ്റുമോ? പരിശോധിക്കണ്ടേ എനിക്ക്? അപ്പം ഭഗവാൻ ചോദിച്ചു, ഇത്രേ പരിശോധിക്കണം തന്നെ ഉള്ളൂ എനിക്ക്. ഓർമ്മ തന്നെ കൈ വെക്കണമെന്ന് വല്ല നിയമമുണ്ടോ? ഇല്ല. കൈ തൂക്കിടക്കണില്ലേ? തലപ്പണയില്ലേ? ഈ കയ്യെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ പോരെ? ഹരിയാന്ന് പറഞ്ഞ് വെക്കലും കത്തിക്കരിഞ്ഞ് താഴെ വീണു. മഹാദേവ വന്നോളൂ, ഭസ്മത്ത് പൂശിക്കോളും മേത്തൊക്കെ. അയാളിതേ എന്തിനിത്ര എളുപ്പം? അതാണ് ഭഗവാന് സ്വന്തം ധാമത്തിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ ലോകത്തെവിടെയും നടത്താൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പ്രകാശനെ പോലെ ആവണോ എന്ന് ഒരു നിമിഷം ആലോചിക്കുക. ഈശ്വരനെ സേവിക്കുമ്പോൾ മനഃശുദ്ധി ഉണ്ടാവാനാണ് മോഹിക്കേണ്ടത്. അതുണ്ടെങ്കിലോ പിന്നെ അർജുനൻ്റെ കഥയാണ് പറഞ്ഞത്. സന്യാസ ശിരോമണി സാക്ഷാൽ അർജുനൻ സന്താനഗോപാലൻ കഥയിലെ കഥാപാത്രമായ കഥ. അതിൻ്റെ ഇടയ്ക്ക് ചർച്ച ഇങ്ങനെ നടക്കുന്നുണ്ട്, ഏത് ഈശ്വരനെ സേവിക്കേണ്ടതെന്ന്. ഇയാൾ ചോദിച്ചതുപോലെ മഹർഷിമാരുടെ ഇടയിലും ചിലർ വിഷ്ണുവിനെന്ന് പറയും, ചിലർ ശിവനെന്ന് പറയും. ഞാൻ രണ്ടുമല്ല, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ കേട്ടിട്ടില്ലേ? 3 ഒന്നാ. ആർക്കും നമ്മൾ വിശ്വാസം വേണം. ഭൃഗു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ തരണ്ട. അതിൻ്റെ പേരിൽ ഞാൻ പോയിട്ട് പരിശോധിക്കാം, എൻ്റെ അനുഭവം പറയാം. ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വരൂ ഭൃഗു എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞ് ശ്രദ്ധിക്കാതെ കസാര വെച്ച് ബ്രഹ്മാവിനേക്കാൾ
കേമനായിട്ട് അങ്ങനെയുണ്ട്. ഇതെന്താ താൻ തുടങ്ങിയത്? ശുണ്ഠിച്ചു ബ്രഹ്മാവ്. അച്ഛന് ശുണ്ഠിയുണ്ടോ നോക്കാൻ വന്നതാ. ഓടി അവിടുന്ന് മഹാദേവന്റെ അടുത്ത് ചെന്നു. വരൂ 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 എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാതെ ഏത് ചുടലെന്നാ വരണേ താൻ മേത്തൊക്കെ വെള്ളമായിട്ട്. ശുണ്ഠിയെടുത്തു, ശൂലെടുത്തോ, ഇതാണോ പാർവതി വന്നു. അപ്പം പറയും ശുണ്ഠിയുണ്ട്, മനസ്സിലായി. ഓടി ഗുരുവായൂരപ്പൻ സ്വധാമത്തിൽ കിടക്കുക, ലക്ഷ്മിയുടെ മടിയിലേക്ക് കാലും വെച്ച്. ഭൃഗു വന്ന ഒരു ചവിട്ട് കൊടുത്തു മാറത്ത്. ചാടി എണീറ്റ് ഭഗവാൻ ഭൃഗുവിൻ്റെ കാലമെടുത്ത് അലോടി. എൻ്റെ മാറത്ത് ചവിട്ടിയിട്ട് കാല് വേദനയായോ? ദേഷ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല കാല് തലോടി കൊടുക്കണം. കണ്ണുന്ന് വെള്ളം വന്നു പോയി ഭൃഗുവിന്. ഓടി പറഞ്ഞു എൻ്റെ അനുഭവം എന്താണ്? രണ്ട് ഈശ്വരന്മാരും ചുണ്ടിയെടുത്തു, ഭഗവാൻ മാത്രം ഇങ്ങോട്ട് കാല് തലോടി എന്നെ ഇങ്ങോട്ട് സന്തോഷിപ്പിക്കുകയുണ്ടായത്. ആരാ സേവിക്കണമെന്ന് തീർച്ചയായോ? നമുക്കൊക്കെ പറ്റിയ ഈശ്വരൻ ശ്രീപത്മനാഭൻ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. മറ്റുള്ളവരുടെയൊക്കെ സ്വഭാവം മാറും, ഗുരുവായൂരപ്പൻ്റെ സ്വഭാവം ഒരിക്കലും മാറണില്ല. അത് അർജുനൻ കാണിച്ചു തന്നു. സന്താനഗോപാലത്തിൽ ബ്രാഹ്മണന്റെ ഉണ്ണി മരിച്ചു എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഭഗവാൻ കേട്ടു നടിക്കാണ്ടിരിക്കുക. 9ാമത്തെ ഉണ്ണിയാണല്ലോ, 8 ഉണ്ണികൾ മരിച്ചുല്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അർജുനൻ ചെന്ന് കൈ പിടിച്ചു, മാറത്തടിക്കരുത്. ഈ 10ാമത് ഉണ്ണി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ രക്ഷിച്ചു തരും. നോക്കി താനാരാപ്പോ 8-9 കൊല്ലായി നമ്മൾ അവലാതി പറയണം. ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അർജുനൻ പറഞ്ഞു ഇവിടെ തിരിഞ്ഞു നോക്കേണ്ട ആളിലൊന്നും ഇല്ലാന്ന് വെച്ചോളൂ, ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഇപ്പോ. അപ്പൊ അങ്ങ് കൃഷ്ണനും ബലരാമനും ഒന്നും അല്ലല്ലോ. അല്ല, ഞാൻ അർജുനനാണ്. അങ്ങയുടെ ഉണ്ണിയെ തരാമെന്ന് സത്യം ചെയ്യണു, ഇല്ലെങ്കിൽ തീ ചാടിച്ചാകും. ഇതും പറഞ്ഞു. ബ്രാഹ്മണനങ്ങൾ അത്ഭുതമായി ശവത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് കാണുന്നവരോടൊക്കെ അർജുനനെ എനിക്ക് 10ാമത് ഉള്ളിണ്ടായ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഈ തീ ചാടിച്ചാവുന്ന ശവത്ത് പിന്നെ പോകും. വേറൊരാളെ കണ്ടാൽ അതവിടെ വെച്ച് പിന്നെയും പറയും ബ്രാഹ്മണൻ എന്തായി അവോ പാവം എന്നൊക്കെ ആള് പറയുന്നുണ്ട്. പറഞ്ഞ പോലെ ബ്രാഹ്മണി ഗർഭം ധരിച്ചു. ബ്രാഹ്മണൻ ഇവിടെ വന്ന് പറഞ്ഞു. അർജുനൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, അങ്ങ് വന്ന് പറഞ്ഞോളൂ, പ്രസവം എടുക്കാറാകുമ്പോൾ ഞാൻ വന്ന് കാത്തു നിന്നോളാം. ഒട്ടി ബ്രാഹ്മണൻ പിന്നെതാ പ്രസവം എടുക്കാറായപ്പോൾ വന്നു. അർജുന ഓടി വരണേ, എനിക്ക് സമാധാനമില്ല. അർജുനൻ ശരകൂടൊക്കെ കെട്ടി കേരളമായിട്ട് കാത്തു നിന്നു. കഥകളിയിൽ കാണേണ്ടത് ആരെങ്കിലുമൊക്കെ. എന്തായാലും ബ്രാഹ്മണൻ ചെവി കൊടുത്ത് അസ്വസ്ഥരായിട്ട് ഇങ്ങനെ വയറും തിരുപ്പി നടക്കുക. അകത്തുനിന്ന് കേട്ടു ബ്രാഹ്മണി സ്ത്രീ പ്രസവിച്ചോ, ഉണ്ണിയുണ്ടായി. അർജുന ശ്രദ്ധിക്കണേ. ഉറക്കെ കൂട്ടുന്നതോടെ അകത്തുനിന്ന് എന്താത് ഉണ്ണി അങ്ങനെ പറന്നുപോയല്ലോ എന്നാണ്. കിട്ടിയില്ല, ശവം പോലും ലഭിച്ചില്ല, ശവം പോലും ഭരിക്കില്ല അർജുനയത്നം. ബ്രാഹ്മണൻ വന്നിട്ട് അട്ടിമുട്ടി നോക്കിയിട്ട് കുറേ എന്നിട്ട് പറഞ്ഞു അർജുനനെ, എടോ അർജുന, നീ കേമനാണെന്നൊക്കെ വിചാരിച്ച് ഞാൻ നിന്റെ വാക്ക് വിശ്വസിച്ച്, അതാ എനിക്ക് പറ്റിയ അബദ്ധം. ഇതും പറഞ്ഞ് എനിക്ക് വലിയ ലാഭമുണ്ടായി. എന്താ മരം വെട്ടാണ്ട് കഴിഞ്ഞൂലോ, ഉണ്ണി പറന്നു പോയതുകൊണ്ടേ താൻ കാരണം. ബ്രാഹ്മണൻ പോയപ്പോൾ അർജുനന് സംശയം ഉണ്ടായില്ല. സകല ദിക്കിലും അന്വേഷിച്ചു, ഉണ്ണിയെ കിട്ടിയില്ല. പക്ഷേ സത്യം ശരിയാക്കണം. തീയങ്ങളുടെ ആളി കത്തിച്ച് എടുത്തങ്ങോട്ട് ചാടിയുമ്പോൾ കൈ പിടിക്കാൻ ഒരാളുണ്ടായി. അതാണ് ധാംനാസ്വേന സദാ നിരസ്തകുഹകം. എവിടുന്നാ ഭഗവാൻ ചാടി വന്നത്? ഉള്ളിന്നാണോ പുറത്തുനിന്നാണോ? പാർത്ഥ മതി, സാഹസം വേണ്ട. മാകുരു സാഹസം, മാകുരു സാഹസം, മാധവൻ ഞാനില്ലയോ എന്നാ ചോദിക്കണത്. അർജുന, നിനക്ക് എന്ത് സഹായം ചെയ്യാനും ഞാനുണ്ട്. പോവാ, പിടിച്ചു വലിച്ച് തേരിച്ചിട്ട് പറപ്പിച്ചു തേര് വൈകുണ്ഠത്തിലേക്ക്. സദാ നിരസ്തകുഹകം സത്യം പരം. വൈകുണ്ഠങ്ങളെ കണ്ടു. അർജുനൻ വീണാൻ നമസ്കരിച്ചു. മഹാവിഷ്ണു എഴുന്നേറ്റിരിക്കണു. ഇവിടുന്ന് ശ്രീകൃഷ്ണൻ പിന്നെന്ന് കാണിച്ചു, എണീറ്റിരുന്നാൽ ഇനി എണീക്കരുത്. അർജുന നമസ്കരിച്ചോളൂ. 10 ഉണ്ണികളെയും 10 കൈ കൊണ്ട് എത്ര കൈ വേണമെങ്കിൽ എൻ്റെ അവിടത്തേക്ക് എടുത്തു പുറപ്പെട്ടു. അപ്പോൾ ലക്ഷ്മീദേവിയും ഭൂമിദേവിയും ആ 9ാമത്തെയും 10ാമത്തെയും ഉണ്ണി നിരങ്ങനെ എടുത്തു. അങ്ങനെ അർജുനനെ കൊടുത്തു. അർജുനൻ തേരിലേക്ക് വെക്കും, പിന്നെയും വാങ്ങും, പിന്നെയും തേരിലേക്ക് വെക്കും. അർജുനൻ ചോദിച്ചു, ഈ കുട്ടികളെ ഇങ്ങനെ മടിയിലിരുത്തിക്കൊണ്ട് എങ്ങനെയാ വണ്ടി നിറയ്ക്കുക?
ഭഗവാൻ ചിരിച്ചു. ദ്വാരകയിലേ ധന്യ എനിക്ക് പണി അർജുന. ഞാൻ എപ്പോൾ തേരിൽ കയറിയാലും രുക്മിണി സത്യഭാമ അവരവരുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് തേരിലെടുത്ത് വയ്ക്കും. പിന്നെ എനിക്ക് എന്താ പണി? അത് തന്നെ ഒന്ന് കാണിച്ചു തരാൻ കൊണ്ടുപോകുക. ഹരിതവും പറഞ്ഞ് ഭഗവാൻ ഉണ്ണികളെ കൊണ്ടുവന്ന ബ്രാഹ്മണന്റെ വീടിൻ്റെ മുമ്പിൽ നിർത്തി. അർജുന, നീ എന്നെ കൊടുക്ക്, നീയല്ലേ സത്യം ചെയ്ത ആള്. 1 2 3 10 ഉണ്ണികളെ ഇങ്ങനെ കൊടുത്തോട്ടെ. വീണ അങ്ങനെ നമസ്കരിച്ചപ്പോൾ ബ്രാഹ്മണൻ ഭഗവാന്റെ തലയിലും തൻ്റെ തലയിലും മാറി മാറി കൈവയ്ക്കുന്നുണ്ട്. അർജുനന്റെ തലയിലും കുട്ടികളോട് പറഞ്ഞു, ബ്രാഹ്മണൻ കൃഷ്ണനെയും അർജുനനെയും ഒക്കെ അനുഗ്രഹിക്കൂ കുട്ടികളെ. അങ്ങനെ നമുക്ക് ദശമസ്കന്ധത്തിൽ സന്താനഗോപാലമൂർത്തിയായ ഭഗവാൻ തൃപ്പൂണിത്തുറപ്പനെയും ശ്രീപത്മനാഭനെയും ഈ കാസർഗോഡ് ഉള്ള അനന്തപുരത്തെ ഭഗവാനെയും ഒക്കെ അങ്ങനെ കഥകളിൽ കൂടെ കാണിച്ചു തരാം. ഭഗവാൻ എന്നും ഒരേപോലെ ഭക്തന്മാരോട് പെരുമാറുന്നു. അവരുടെ പരിഭവമോ ചീത്തപറച്ചിലൊന്നും ഗുരുവായൂരപ്പനൊരു പ്രശ്നമല്ല. അത് കാണിച്ചു ഇവിടെ. ആ അർജുനന്മാരാവുകയാണ് നമ്മൾ വേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചു. ഭഗവത് ഭക്തിമാരുടെ കൃഷ്ണവിരഹം ഇല്ലാതെ തന്നെ അതുണ്ടാവണതിനെ ഓർത്ത് ഭഗവാനെക്കുറിച്ചുള്ള പാട്ടും പാടി ജീവിക്കുന്ന നില കാണിച്ചു. ഈ പറയണത് ഭഗവത് പുത്രന്മാരുടെ സ്വഭാവം ആകെ വികൃതമായി എന്നാണ്. അതുകൊണ്ട് ബ്രാഹ്മണ ശാപം വന്ന കഥ ശ്രീശുഭൻ പറയണം ഏകാദശത്തിൽ. ശ്രീകൃഷ്ണായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീബാദരായ നിർവാച കൃത്വാ ദൈത്യവധം കൃഷ്ണസ്ത രാമോ യദുഭിർവൃത ഭുവോവതാരേൽ ഭാരം ജവിഷ്ഠം ജനയൻ കലിം യേ കോപിതാസു ബഹുപാണ്ഡുസുതാ സപത്നൈർദ്യോതഹേളനകചഗ്രഹണാദിഭൃത്താൻ കൃത്വാ നിമിത്തമിതരേതരതഃ സമേതാൻ ഹത്വാ നൃപാൻ നിരഹരൽ ശ്രീഭാരമീശാം ഭൂഭാരരാജഭൃതന യദുഭിർനിരസ്യ മുക്തൈ സ്വബാഹുഭിരചിന്തയദ പ്രമേയ മന്യേവനേർനനുഗതോപ്യഗതം ഭാരം യദ്യാദവം കുലമഹോ അവിഷഹ്യമാസ്തൈ നൈവാന്യത പരിഭവോസ്യ ഭവേൽ കഥഞ്ചിൽ മത്സംശ്രയസ്യ വിഭവോന്നഹനസ്യ നിത്യം അന്തക്കലിം യദുകുലസ്യ വിധായ വേണുസ്തംഭസ്യ വന്യമിവ ശാന്തിമുപൈമി ധാമ. ഏവം വ്യവസിതോ രാജൻ സത്യസങ്കൽപൈശ്വര ശാപവ്യാജേന വിപ്രാണ സംജഹ്രേ സ്വകുലം വിഭോ സ്വമൂർത്യാലോകലാവണ്യ നിർമുക്ത്യാലോചനം നൃണാം ഗീർഭിസ്താസ്മരതാം ചിത്തം പദൈസ്താനീക്ഷതാം ക്രിയാഃ ആച്ഛിദ്യ കീർത്തിം സുശ്ലോക വിദത്യശഞ്ജസാനുകൗ തമോനയാതരിഷ്യന്തിത്യഗാൽ സ്വം പദമീശ്വര. ശ്രീരാജോവാച ബ്രഹ്മജ്ഞാനം വദാന്യാനാം നിത്യമൃദ്ധോപസൈവിനാം വിപ്രശാപകഥമഭൂൽ വൃഷ്ണീനാം കൃഷ്ണചേതസാം യന്നിമിത്തസ്വൈ ശാപോ മാതൃശോ ഹരിസപ്തമ ദ്വിജസപ്തമ കഥമേകാത്മനാം ഭേദ ഏതൽ സർവം വദസ്വ മേ. ശ്രീശുകാവാച വിഭ്രദ്വപോ സകല സുന്ദര സന്നിവേശം കർമാചരൻ ഭുവി സുമംഗളമാപ്തകാമ ആസ്ഥായ ധാമരമാണമുദാരകീർത്തി സംഹർത്തുമൈക്ഷതകുലം സ്ഥിതകൃത്യശേഷ കർമാണി പുണ്യനിവഹാനി സുമംഗളാനി ഗായജ്ജഗൽ കലിമലാപഹരാണി കൃത്വാ കാലാത്മനാ നിവസതായ ദുദേവഗേഹേ പിണ്ഡാരകം സമഗമൻ മുനയോ നിസൃഷ്ടാഃ വിശ്വാമിത്രോസിത കണ്വോ ദുർവാസാ ഭൃഗിരംഗിരാഃ കശ്യപോ വാമദേവോത്രൈർവസിഷ്ഠോ നാരദാദയ ക്രീഡന്തസ്ഥാനുപവ്രജ്യ കുമാരായതു നന്ദനാഃ ഉപസംഗൃഹ്യ പപ്രച്ഛോ അവിനീതാവിനീതവൽ ഏവേഷൈത്വാ സ്ത്രീവേഷൈ സാമ്പന്യാം ഭവതി സുതം ഏഷാ പൃച്ഛതി വോ വിപ്ര അന്തർപത്ന്യസിതേ ക്ഷണ പ്രഷ്ടും വിലജ്യതി സാക്ഷാത് പ്രബ്രൂതാമോഖദർശനാഃ പ്രസോഷ്യന്തി പുത്രകാമ കിം സ്വൽ സഞ്ജനയിഷ്യതി ഏവം പ്രലബ്ധാവിനയസ്ഥാനൂചു കുപിതാ നൃപ ജനയിഷ്യതി വോ മന്ദാമുസലം കുലനാശനം തച്ഛ്രുത്വാ ദേവി സംവ്രസ്ത വിമുച്യ സഹസോദരം സാമ്പത്യദൃശുസ്തസ്മിൻ കുശലം ഖൽവയസ്മയം കിം കൃതം മന്ദഭാഗ്യൈർന കിം വദിഷ്യന്തി നോ ജനാഃ ഇതി വിഹ്വലിതാ ഗേഹാനാദായ
കുശലം യയോ സച്ചോപനീയ സദസി പരിമ്ലാനം ഖശ്രിയ രാജ്ഞാ വേദയാൻ ചക്രോ സർവയാദവസന്നിധൗ ശ്രുത്വാ മോഖം വിപ്രശാപം ദൃഷ്ട്വാ ച മുസ്തകം നൃപാ വിസ്മിതാ ഭയസംത്രസ്താ ബഭൂവോ ദ്വാരകൗകസാം തച്ചൂർണയിത്വാ മസലം വിദുരാജസാഹുക സംപ്രസൈലേ പ്രാസ്യല്ലോഹം ചാസ്യാവശേഷിതം കശ്ചിന്മല്ലി മത്സ്യോഗ്രസീലോഹം ചൂർണാനി തരവൈസ്തദാ മുഹ്യമാനാനി വേളായ ലഗ്നാന്യാസം കിലൈരകാഃ മത്സ്യോ ഗൃഹീതോ മത്സ്യഘ്നേ ജാലേനാന്യേ സഹാർണവേ തസ്യോദരഗതം ലോഹം സശല്യേ ലുബ്ധകോപരൽ ഭഗവാൻ ജ്ഞാത സർവാർത്ഥ ഈശ്വരോപി തദന്യഥാ കർത്തും നൈച്ഛൽ വിപ്രശാപം കാലരോപ്യൻവമോദത ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി ഇവിടുന്ന് ഞങ്ങള് ഏകാദശ സ്കന്ധം 11 ഏകാദശം എന്ന് പറഞ്ഞാൽ 11 വ്യാഴം ഗുരു എന്നാണ്. ഭഗവാൻ ഗുരുവായിരുന്നത്, ഗുരുക്കളായിട്ട് നവയോഗികൾ വന്ന് ഉപദേശിച്ചത്, ഗുരുവായിട്ട് നാരദൻ ഉപദേശിച്ചത്, ഉദ്ധവന് ഭഗവാൻ നേരിട്ട് ഉപദേശിച്ചത്. ഇതൊക്കെ 11 എന്ന ഗുരുത്വത്തിൻ്റെ ലക്ഷണം കാണിക്കുന്ന ഏകാദശത്തിലുണ്ട്. ചതുസൂത്രി എന്നൊക്കെ പറയാറുണ്ട്. വേദാന്തത്തിൻ്റെ കട്ടിയായിട്ടുള്ളതാണ് ശങ്കരാചാര്യരുടെ ഭാഷ്യം. അഥാതോ ബ്രഹ്മജിജ്ഞാസ, അതിലൊരു സൂത്രമാണ് ഭാഗവതം ആരംഭിച്ചപ്പോൾ. ജന്മാദ്നിശ്ചയത ശാസ്ത്രയോനിത്വാൽ തത്വസമന്വയാച്ച. ഇത് വെറും 4 സൂത്രങ്ങൾ. ഈ 4 സൂത്രം അല്പാക്ഷര വസന്ദിഗ്ധം സാരവൽ സാരം, അങ്ങനെയുള്ള സൂത്രങ്ങളെ സൂത്രവിദോ വിദു നിർവചനങ്ങളൊക്കെ ഉണ്ട്. നമുക്കാർക്കും ഒന്നും മനസ്സിലാവില്ല. നമുക്ക് ഈ അപകടം നിറഞ്ഞ സൂത്രങ്ങളെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. യഥാർത്ഥ സൂത്രം എന്താണെന്ന് അറിയൂ, അതാണ് ഭാഗവതം. അപ്പോൾ വാസുദേവ സൂത്രം ആണ് ഭാഗവതം. അപ്പോൾ ഭാഗവതം എന്ന വാസുദേവ സൂത്രത്തിന് വേദത്തിൻ്റെ ഒപ്പാണ് സ്ഥാനം. അതുകൊണ്ട് വാസുദേവ സംഹിത എന്ന ഭാഗവതത്തിന് പേരുണ്ട്. ഇതൊക്കെ പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞതാണ്. ഏകാദശത്തിൽ നമ്മൾ അതൊക്കെ ഒന്ന് ഓർമ്മിക്കാം വേണമെങ്കിൽ മാത്രം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇല്ലേ? ചതുശ്ലോകി എന്ന് പറഞ്ഞ് നമ്മൾ ഭാഗവതത്തിൽ ആദ്യം കേട്ടില്ലേ? അഹമേവാസമേവാഗ്രേ തുടങ്ങിയ 4 ശ്ലോകങ്ങൾ. ഓരോന്നിനും ഋഗ്വേദത്തിന് ഐതരേയോപനിഷത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഏറ്റവും ചെറിയ വാക്ക്, അതിൻ്റെ കണ്ടൻസ് മുഴുവനും അടങ്ങിയതുണ്ട്. യജുർവേദത്തിൽ ബൃഹദാരണ്യകോപനിഷത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന അതിൻ്റെ ഏറ്റവും വലിയ ചൈതന്യം തുടിക്കുന്ന വാക്ക്. പിന്നെ സാമവേദത്തില് ഛാന്ദോക്യോപനിഷത്തില് തത്വമസി, അഥർവവേദത്തിലോ അത് അയമാത്മാ ബ്രഹ്മ. അപ്പോൾ അയമാത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, ഇതൊക്കെ 4 വേദങ്ങളിലും ഉള്ള കാര്യങ്ങളെ പറഞ്ഞു തരുന്ന സൂത്രങ്ങളാണ്. കൊച്ചു 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 സൂത്രങ്ങൾ. ഏകമേവാദ്വിതീയം ബ്രഹ്മ, സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ, സർവം ഖല്ലിദം ബ്രഹ്മ. നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളൊക്കെ വായ പൊളിച്ചിരിക്കുക എന്നല്ലാണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ കപിലോപദേശത്തിൽ മനസ്സിലാക്കാൻ പാകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൻ്റെ ആദ്യത്തെ 2-3 അധ്യായങ്ങളിലും ഇനി ഏകാദശത്തിൽ ഗുരുമുഖത്തുനിന്ന് ഇതൊക്കെ നമുക്ക് കേൾക്കാം. ആ നിലവാരം നമുക്കുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാം. അത്രയുള്ളൂ. ഉദ്ധവന് വേഗം മനസ്സിലായി. ഇവിടെ ആദ്യം അടുത്ത അധ്യായത്തിൽ പറയണത് ദേവകീയദേവന്മാർക്ക് നാരദം പറഞ്ഞു കൊടുത്തു എന്നാണ്. അതെന്താ നാരദം പറഞ്ഞു കൊടുത്തത്? അതോ മിഥിലാ രാജാവിന് ഋഷഭൻ്റെ മക്കളായ നവയോഗികൾ പറഞ്ഞു കൊടുത്ത ഭാഗവത ധർമ്മം. അപ്പം ഈ വേദങ്ങളും ഈ പറഞ്ഞ സൂത്രങ്ങളും സകലതും പുതിയ രീതിയിൽ ഭാഗവതകാരൻ ഭാഗവതധർമ്മം എന്നാണ് പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിലെ കഥ പറഞ്ഞുല്ലോ. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമ നിർമ്മൽസ്ഥരാണാം സദാം വേദ്യം വാസ്തവം
അത്ര വസ്തു ശിവജം താപത്രയോന്മൂലനം. താപത്രയോന്മൂലനമാണ് പ്രോജ്ജിതകൈതവ പരമധർമ്മ. അത് താപത്രയോന്മൂലനാണെന്ന് അനുഭവപ്പെട്ടവരുടെ കഥകളാണ് ഈ വാസുദേവ സംഹിതയിൽ ഭാഗവതത്തിൽ പറഞ്ഞത് എന്ന് ചുരുക്കം. ഇതൊക്കെ പറയാൻ പോകണമെന്നുള്ള മുന്നറിയിപ്പ് ആണ് ഇപ്പോൾ ഇവിടെ. ഇതൊക്കെ അറിയാവുന്ന സജ്ജനങ്ങളെ എപ്പോഴും മാനിക്കണം, അവരെ അപമാനിക്കരുത് എന്നുള്ള ഭഗവാന്റെ വാക്കിനെ പുല്ലുപോലെ അവഗണിച്ച് അച്ഛൻ അങ്ങനെയൊക്കെ പറയും. അച്ഛൻ എപ്പോഴും അങ്ങനെയാണ്. മഹർഷിമാരെ കണ്ട അച്ഛന് പിന്നെ ഒരു പ്രാന്ത. അച്ഛൻ അതിൻ്റെ പിന്നാലെ ഓച്ചാനിച്ച് നിന്നു. എനിക്കിതൊന്നും കണ്ടാൽ അത്ര പിടിക്കൊന്നുമില്ല. എന്തിനീ നമ്മൾ ഈ മഹർഷിമാരെ ഇങ്ങനെ പൂജിച്ചുകൊണ്ട് കൊടുക്കുന്നത്? പിന്നെ നാരദനാഭേദം വേറെ അനവധിയാണുണ്ട്. കുമാരോ നാരദ അഖില ദേവര വസുത അഭാന്തരതമോ വ്യാസോ മാർക്കണ്ഡേയോധ ഗൗതമ, എത്ര ആളല്ല. ഇവിടെ തന്നെ കുറേ മഹർഷിമാരുടെ പേര് പറയുന്നുണ്ട്. ഇവരൊക്കെ പാടെ വരുമ്പോൾ ഭഗവാന്റെ ചെറുപ്പക്കാർ പിള്ളേർ വന്നു അച്ഛനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പണിയില്ലാണ്ട് നടക്കുക. അവർ അച്ഛൻ കണ്ടാൽ ബഹുമാനിക്കുമല്ലോ. നമുക്ക് വിദ്യയില്ല. ഇവിടെ സാമ്പനെ വിളിച്ചു. സാമ്പവില്ല, ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് നാടകം കളിക്കാം. നാടകത്തിൽ താനാണ് ശ്രീവേഷം. കഥയൊക്കെ ഞാൻ അപ്പം പറയാം, ഡയലോഗൊക്കെ. ഇപ്പോൾ അതിന് തയ്യാറാവുക. വേഷം കെട്ടിക്കുക. അയ്യോ, ഗർഭിണിയായ സ്ത്രീയുടെ വേഷം കെട്ടിച്ചു സാമ്പന്. സാമ്പോര് അമ്പവതി സുധ അമ്മച്ഛായ കരശലാത്രേ. അവിടെ നിൽക്കണട്ടോ, മഹർഷിമാർ വരുന്നുണ്ട്. അപ്പോൾ വിനീതാൽ മഹർഷിമാരെ കണ്ടു വലിയ വിനയത്തോടെ വീണ് നമസ്കരിച്ച് ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. അവിടെ നിങ്ങളെ കാണാൻ ലജ്ജ കൊണ്ട് വറ്റാണ്ട് അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അവർക്ക് പ്രസവിക്കാറായുണ്ട്. ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടാവുകയെന്ന് നിങ്ങൾക്ക് ആണെങ്കിൽ മുൻകൂട്ടി പറയാൻ പറ്റുമല്ലോ. അതൊന്ന് പറയണം. അവർക്ക് എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചത് തിരുത്തി എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ മഹർഷിമാർക്ക് കാര്യം മനസ്സിലായി. ഇത് കളിയാക്കുന്ന പരിപാടിയാണ്. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുസലം കുലനാശനം. എന്താ ഉണ്ടാവുക എന്ന് മനസ്സിലായില്ലേ? ഇരുമ്പൊലയ്ക്ക കുടുംബം നശിക്കും. പോയി എന്നുള്ളതിനൊക്കെ അപ്രത്യക്ഷരായി. അയ്യോ, ഞങ്ങൾക്ക് തെറ്റുപറ്റി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആക്ര വീണാൽ ഭഗവാന്റെ മക്കളാ, മഹർഷിമാർക്ക് ക്ഷമിക്കേണ്ടി വരും. അത് വേണ്ട എന്നാണ് ഭഗവാന്റെ കൽപ്പന, ഇച്ഛ. അപ്പം ശാപം കിട്ടി. കൂട്ടി ആരും എല്ലാവരും കൂടി പേടിച്ചു. ഗർഭം വയറ് വെച്ച് കെട്ടിയിട്ട് കുടുംബം ചാടി ഇരുമ്പോലൊക്കെ. അപ്പം ഉഗ്രസേനൻ്റെ അടുത്ത് തലയും ചോദിച്ചത് കുട്ടികൾ പറഞ്ഞു, മുത്തച്ഛ ഒരബദ്ധം പറ്റി. അച്ഛൻ പറഞ്ഞതൊക്കെ മറന്ന് ഞങ്ങൾ സജ്ജനങ്ങളെ അപമാനിച്ചു, നിന്ദിച്ചു, ശാപം കിട്ടി, ഇരുമ്പോലൊക്കെ വീണു. അത് നിലത്ത് വീണപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായി. എന്തായി? എല്ലാ അമ്പലങ്ങളുടെ ഉത്സവക്കാരായ കവുങ്ങ് വെട്ടി കൊടിമര ഉണ്ടാക്കും. എന്നിട്ട് അത് ചുവന്നുകൊണ്ട് കൂടെ കാണാറില്ലേ? ഇതുപോലെ ചുവന്നുകൊണ്ട് പോണ്ടി വന്നു സമുദ്ര തീരത്തേക്ക്. കൊല്ലന്മാരെ വിളിച്ചു, രാവി പൊടിച്ച് കലക്കാൻ പറഞ്ഞു. ഇരുമ്പൊലൊക്കെ രാവി പൊടിച്ച് കലക്കി. ഒരു കഷ്ണം ഇങ്ങനെ പൊടിക്കാൻ പറ്റാണ്ട് വലിച്ചെറിഞ്ഞു. അത് മത്സ്യം വിഴുങ്ങി. മത്സ്യത്തിനെ മുക്കുവന്മാർ പിടിച്ചു. മുക്കുവന്മാർ മത്സ്യത്തിനെ കീഴിപ്പോൾ ഇരുമ്പിൻ്റെ കഷ്ണം. അത് ഒരു കൊല്ലപ്പണിക്കാരനെ, ഇരുമ്പ് പണിക്കാരനെ കൊടുത്തു. അവനത് നല്ല സാധനം പറഞ്ഞുകൊണ്ട് ഒരു അമ്പിൻ്റെ തലപ്പത്ത് വെച്ചു. അതും കൂടി റെഡിയായി എന്നർത്ഥം. എന്തിനാത്? ഈ അമ്പാണ് യാദവ വംശത്തിനുള്ള ശാപം പൂർണ്ണമാക്കാൻ ഭഗവാനും കൂടി അമ്പ് കൊള്ളണം എന്ന് നിശ്ചയിച്ചത്. ഭഗവാന്റെ പാദുമ ചെന്ന് തിരക്കാണ്. ഇങ്ങനെയെല്ലാം ഭഗവാൻ തന്നെ ജ്ഞാതസർവാർത്ഥ ഈശ്വര വേണ്ട പോലെ ചെയ്തു. അതാണ് സ്വധാമഗമനത്തിനുള്ള ആദ്യത്തെ രംഗം. ഇനി ഉപദേശങ്ങളാണ്. നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് തുടരാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏകാദശ സ്കന്ധത്തിലെ ഉപദേശം എന്നത് 2 ഘട്ടമായിട്ടാണെന്ന് പറഞ്ഞു. ഭാഗവതം ആദ്യം കപിലോപദേശം നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. പിന്നെ അനവധി കഥകൾ പറഞ്ഞ് ഏകാദശം മുഴുവനും ഉപദേശം മാത്രമാണ്. കപിലോപദേശം പോലെ നിമി നവയോഗി സംവാദം ആദ്യം. സാക്ഷാൽ നാരദൻ തൻ്റെ ദ്വാരകയിലുള്ള സ്ഥിരതാമസം, ആ
ആസ്വദിച്ചു കൊണ്ടിരിക്കെ ദേവകീവസ്തയന്മാർ കാക്കൽ വീണ് പ്രാർത്ഥിക്കുകയെ രാമകൃഷ്ണന്മാരെ ഈശ്വരന്മാരായിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടും അത് വേണ്ട പോലെ ഉപയോഗിക്കാൻ എനിക്ക് പറ്റണില്ല. നാരദ മഹർഷി അങ്ങ് ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് വേണ്ടത് ഉപദേശം തരണേ. നാരദൻ പറഞ്ഞു, പ്രായം കുറെ അങ്ങോട്ട് ആവുമ്പോൾ തൻ്റെ ചുറ്റും നടക്കുന്നതൊന്നും വേണ്ട പോലെ ആവണില്ല എന്ന് തോന്നും. അത് അങ്ങയ്ക്കും അതെ, കുറേ പ്രായമായവർക്കൊക്കെ വരുന്ന ഒരു കാഴ്ചപ്പാടാണത്. നിമി മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ നവയോഗികൾ ചെന്നപ്പോൾ അവര് ഋഷഭദേവൻ്റെ 9 മക്കൾ ചെന്നു നിധികുംഭം പോലെ സ്വീകരിച്ചു. സന്തോഷം കൊണ്ട് അവരോട് നിമി മഹാരാജാവ് ഭാഗവത ധർമ്മം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് അവർ 9 പേരും മാറി 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 നിമി മഹാരാജാവിനോട് പറഞ്ഞത് ഞാൻ ഇന്ന് അങ്ങക്ക് പറയാം. ദേവകീവസ്തയന്മാരായ നിങ്ങൾക്ക് വേറൊന്നും ഇനി വേണ്ട. ഭാഗവത ധർമ്മത്തിൽ ആദ്യം എല്ലാം ഭഗവത് അർപ്പണമായി ചെയ്യാൻ വേണ്ടത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാൻ കരോതി യദ്യം സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാവുകൊണ്ട് ഈ ശ്ലോകം ചെല്ലാനും സമർപ്പയാമി സമർപ്പയാമി എന്ന് പറയാനും പറ്റും. വെറും നാവുകൊണ്ട് പറയലല്ല അവിടെ ഉദ്ദേശിച്ചത്. ഭഗവാന് സമർപ്പണം ചെയ്യണം മനോവാകർമാദികളെ. പറ്റാറുണ്ടോ നമുക്ക്? നമ്മൾ സമർപ്പണം ചെയ്യാമെന്നും പറഞ്ഞിരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലാണ്. അപ്പം എവിടെയാ മനസ്സ് സമർപ്പിക്കണത്? ഒരു കൊതു കടിച്ചാൽ പോലെ നമ്മുടെ മനസ്സ് പോയില്ലേ? ഒരു ബസ്സിൻ്റെ ശബ്ദമോ കാറിൻ്റെ ശബ്ദമോ കേട്ടാൽ പോലെ ഇങ്ങനെ ഓരോന്നും. ഒരു തുള്ളി വെള്ളം അതിലേക്ക് വീണാലോ, മഴ പെയ്തു, കാറ്റ് വന്നു, ആരോ വന്നു, പൂമുഖത്തോ ബെല്ലടിച്ചു, ഒക്കെ നമ്മുടെ ഈശ്വര ആരാധനയെ സമർപ്പിക്കാൻ പറ്റാതെ ഉണ്ടാക്കുന്ന ചുറ്റുപാടിലാണ്. അപ്പോൾ പിന്നെ സമർപ്പണം അത്ര വിചാരിച്ച പോലെ എളുപ്പമല്ല. ഭക്തി വിരക്തി മുതലായവ, ജ്ഞാനം വൈരാഗ്യം ഭക്തി എന്നിവ തന്നാലെ ഉണ്ടാവുന്ന ഈശ്വരാർപ്പണം പഠിച്ച് ശീലിച്ചവരുണ്ട് സജ്ജനങ്ങൾ. ആ സജ്ജന സംസർഗത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു. സജ്ജനങ്ങൾ മായ എന്നൊന്നിൻ്റെ ഭയം ഇല്ലാതെ കണ്ട് ജീവിക്കുന്നു. രാമകൃഷ്ണദേവൻ പറയുന്ന ഉദാഹരണം എല്ലാവർക്കും അറിയാലോ. മായ ഭഗവാന്റെ ഒപ്പുണ്ട്. എങ്ങനെയാ? ഒരു കുടുംബത്തിലേക്ക് കയറി ചെപ്പോൾ വലിയ അൽശേഷം പട്ടി കുറച്ച് ചാടികൾ വന്നാൽ നമ്മൾ കിടുകിട വിറയ്ക്കും. പക്ഷേ ആ കുടുംബനാഥൻ മിണ്ടാണിക്ക്, ഇത് നമ്മുടെ ആളാ, ആ കുടൻ സഞ്ചൊക്കെ വാങ്ങിച്ചു വെക്ക്. നമ്മൾ പറയുമ്പോഴേക്ക് എന്തൊരു മാറ്റം ആ പട്ടിക്ക്. കുറച്ച് ചാടിയവൻ വന്നു, നമ്മളെ സഞ്ചി എടുത്തു കൊണ്ടുവന്നു, കസാലയുടെ അടുത്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞു നമ്മളെ നക്കണു മണക്കണു. മലന്ന് കിടന്ന് സ്വാപിണ്ഡദസ്യ ഗുരുതേ. എന്തൊക്കെയാ അതിൻ്റെ സ്നേഹം കാണിക്കരുത്. കുറച്ചു മുമ്പ് ബഹളം കൂട്ടിയതോ അത് കുടുംബനാഥനോടുള്ള സ്നേഹം. ഇപ്പോഴോ ഇപ്പോൾ ബഹളം നിർത്തിയതോ കുടുംബനാഥൻ്റെ വരുതിയിലായതുകൊണ്ട്. അപ്പോൾ ഭഗവാന്റെ മായയുടെ ആക്രമണം ഭഗവാന്റെ വരുതിയിലുള്ളവർക്ക് വരില്ല. സർവം ഖല്ലിതം ബ്രഹ്മ, എല്ലാം ഭഗവാനാണെന്ന് കാണാൻ കഴിവുള്ളവരാണ് അവർ. അത് പറഞ്ഞു. പിന്നെ മായാതീതനായ ഭഗവാനെ വിശേഷണങ്ങളെ കൊണ്ട് അനവധി അനവധി അനവധിരിക്കുന്ന എപ്പോഴും നമുക്ക് കാണാം, ആസ്വദിക്കാം, സേവിക്കാം. അതിനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ, നാമങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. കർമ്മയോഗത്തെ പറ്റി പറഞ്ഞപ്പോൾ നിരവധി തരം കർമ്മയോഗമുണ്ട് ഇല്ലേ? നിരവധി തരം നാമജപങ്ങളുണ്ട്. അവതാരങ്ങളാണതൊക്കെ. ഓരോ നാമവും ഓരോ അവതാര. അപ്പോൾ എത്ര 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 അവതാരങ്ങളാണ്, എത്ര നാമങ്ങളാണ്. നമ്മൾ സഹസ്രനാമം ജപിക്കാറില്ലേ? അപ്പോൾ നാമങ്ങൾ, അവതാരങ്ങൾ ഇതൊക്കെ എത്രയാണെന്ന് പറയാനില്ല. ഒടുവിൽ പറഞ്ഞത് രാമാവതാരവും കൃഷ്ണാവതാരവും. അതിൽ ഏറ്റവും കേമാണ് രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. ഗോപികൾ അറിയാണ്ടിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണില്ലേ? ഓട്ടൂര് അത് പാട്ടാക്കി തരണില്ലേ? നെല്ല് കുത്തുമ്പോഴും അരി ചേറുമ്പോഴും വസ്ത്രം അലക്കുമ്പോഴും പൂ പൊട്ടിക്കുമ്പോഴും ചെടിക്ക് നനയ്ക്കുമ്പോഴും
രാമകൃഷ്ണ ദാമോദരായ എന്നീ പ്രകാരം ആ ഒരു നിലയിലേക്ക് അവരെത്തി. ഭാഗവതത്തിലെ സംസ്കൃത ശ്ലോകത്തിൻ്റെ തർജ്ജമയാവൂട്ടൂല എഴുതിയിരിക്കുന്നത്. യാദോഹനെ വഹനനെ മഥനോപലേവ പ്രേംഘേംഘരാർഭരുദിദോക്ഷണ മാർജനാദൗ ഗായന്തി ജൈനം. രാമകൃഷ്ണ ദാമോദര എന്ന് പാടാത്ത സമയമില്ല. അത് ഇവിടെ എടുത്തു പറഞ്ഞു. പിന്നതാ സാക്ഷാൽ നവയോഗികളുടെ ഉപദേശം ഉപസംഹരിച്ച് നാരദൻ ദേവകീ വസുദേവന്മാരെ എന്നോ തന്നെ മുക്തി കിട്ടി. ഭഗവാൻ നിങ്ങൾക്ക് വിധേയനാവുകയാണ്. ഭഗവാനെയും നിങ്ങൾ വിധേയനാക്കി കഴിഞ്ഞിരിക്കണോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൃതാർത്ഥരാക്കി. ആ സമയത്ത് ദേവന്മാർ വന്ന് ഭഗവാനെ സ്തുതിച്ച് അവിടത്തേക്ക് പോകേണ്ട സമയമായി എന്ന് ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഇവിടുന്ന് വന്നത്, അതുകൊണ്ട് ഞങ്ങൾ വന്ന് പറയണമെന്നുണ്ട്. ഒക്കെ പിടിച്ച ഇഷ്ടം അവർ പോവുകയായി. ഭഗവാൻ ഉദ്ധവനോടുകൂടെ സഭയിൽ ചെന്ന് വളരെ ഗൗരവത്തിൽ പറഞ്ഞു, 7 ദിവസം പോലും താമസമില്ലാണ്ട് സമുദ്രം തിരയടിച്ച് വന്ന് ദ്വാരക സമുദ്രതീരത്തെ ഈ നഗരം മുക്കും. സജ്ജനങ്ങളെ നിന്ദിച്ച് നിങ്ങൾ ശാപം വാങ്ങിച്ചു. അതുകൊണ്ട് നിങ്ങൾ നശിക്കുന്നതിന് മുമ്പ് സജ്ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കൂ. പുരുഷന്മാരൊക്കെ പ്രഭാസത്തിലും സ്ത്രീകളൊക്കെ ശംഖോദ്ധാരത്തിലും പോട്ടെ. ഇതും പറഞ്ഞ ഭഗവാൻ അവിടുത്തെ മുറിയിലേക്ക് പോയി. തന്നിരീക്ഷ്യോദ്ധവ ശിശുക്കൾ പറയാ, പരീക്ഷത്തെ ഭഗവാന്റെ തിരുമുഖത്തേക്ക് പുഞ്ചിരിപ്പൂലിലാവില്ലാതെ കണ്ട ഒരു കാഴ്ച കാണാം. അതാദ്യ ഉദ്ധവൻ ഞെട്ടി. എന്താ ഗൗരവം? ഉദ്ധവൻ പിന്നാലെ ചെന്നു. ഭഗവാൻ ആറ്റുകട്ടിലേക്ക് ചാരി അവിടെ ഇരുന്നു, കാല് തൂക്കിയിട്ടുണ്ട്. ഉദ്ധവൻ ചെന്ന് വീണ നമസ്കരിച്ചു. ഉദ്ധവനെ കണ്ടപ്പോൾ ആ പഴയ ചിരിയനെയാണ്. എന്താ ഉദ്ധവ, ഇവിടുന്ന് എല്ലാം വിട്ട് പൂവായി എന്ന് ഇന്നത്തെ സഭയിലെ പ്രസംഗം കേട്ടപ്പോൾ തോന്നി. അങ്ങനെയാണെങ്കിൽ അടിയനെ കൂടെ കൊണ്ടുപോകണേ. അര നിമിഷം പോലും അഹം തവാംഘികമലം ക്ഷണാർത്ഥമപി കേശവ ത്യക്തും സമുച്ചഹേ നാഥ സ്വധാവനയമാമവി. അവിടുത്തെ വേർപിരിഞ്ഞിരിക്കാൻ വയ്യാത്ത ഈയുള്ളവരെ കൂടെ കൊണ്ടുപോകണേ. ചിത്വമേ ഭക്തിയ സുഹൃ സഖ. അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങ് ഒറ്റയ്ക്ക് വരാൻ പറ്റുന്ന ആളാണ്. ഭഗവാന്റെ ഉപദേശമാണ് ഇനി ഇവിടെ തമ്മിലുള്ള അധ്യായങ്ങൾ. ഓരോ ഉപദേശങ്ങൾക്കും ഉള്ളിൻ്റെ ഉള്ളില് നമ്മൾ കൂടുതൽ ചുഴിഞ്ഞു ചെന്നാൽ അതിനും വലിയ ഉപദേശ സൂക്തങ്ങൾ കിട്ടും. ഇപ്പോൾ ഏകാദശം തുടങ്ങിയപ്പോൾ അനവധി കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വേദാന്തപരമായത് അനുസ്മരിച്ചില്ലേ? സൂത്രമിതോ വിധു. ഇതുപോലെ നവയോഗികൾ പറഞ്ഞത് ആണ് നാരദൻ ദേവകീ വസുദേവന്മാരോട് പറഞ്ഞത്. അവ രണ്ടു കൂട്ടരുടെയും കൃതാർത്ഥത വളരെയധികം വിസ്തരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെതാ ഉദ്ധവൻ ഭഗവാന്റെ അടുത്ത് ചെന്ന് ശരണം പ്രാപിച്ചപ്പോൾ ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞത്, ഉദ്ധവ, എൻ്റെ കുടുംബത്തിലെ കാരണവരായിരുന്നു യദു. അദ്ദേഹം ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരാളെ കണ്ടുകിട്ടി ഗുരുവായിട്ട്. ഉദ്ധവൻ എന്നോട് എന്താ പറഞ്ഞത്? നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകരുതേ ഭഗവാനെ, അടിയനെ കൂടെ കൊണ്ടുപോകണേ. അടിമലരുടെ തന്നെ അടിയനൊരു ശരണമായിട്ട് ഇവിടുത്തെ പാതയുള്ളൂ. നാഹന്ത വാംഘ്രികമലം ക്ഷണാർത്ഥമണി കേശവ തെക്തും സമുത്സഹേ നാഥ എന്നൊക്കെ പറഞ്ഞു. അവലാതി, ഇന്ദ്രിയ അവലാതി. ഒരു മനുഷ്യന് മുക്തിദ്വാരം അപാവൃതം എന്നാണ് പ്രയോഗിച്ച വാക്ക്. മനുഷ്യനായി ജനിച്ചാൽ അവന്റെ ചിന്തയിലൂടെ എനിക്ക് മോക്ഷത്തിനുള്ള വഴികളാണ് കേട്ടോ ഇവിടെ മുഴുവൻ തുറന്നിരിക്കുന്നത് എന്ന് ബുദ്ധിയിലേക്ക് മനസ്സിലാക്കാം. മുക്തോപി താവത്ഭയാൽ സ്വദേഹം. ജനിക്കുമ്പോൾ അവൻ മുക്തനായിട്ടാണ് ജനിക്കുന്നത്. ഭഗവാന്റെ ചൈതന്യം പൂർണ്ണമായും നമ്മളിലുണ്ട്. ആത്മചൈതന്യം, ജീവാത്മചൈതന്യം, അതൊന്നും മനസ്സിലാക്കേ വേണ്ടൂ. ഇതിനു മുമ്പ് പറഞ്ഞതാണ്, ഇത്തിരി പോകുന്ന ഫ്യൂസിന്റെ കമ്പി കറണ്ട് പോയെന്ന് പറഞ്ഞാൽ എവിടെയാ പോയത്? ഈ കട്ട അതെടുത്തു,
ഇത്തിരി പോകുന്ന കമ്പിയാണ്, വളരെ ചെറുത്. ഈ ആകാശത്ത് കൂടെ പോണ കമ്പികളൊന്നുമല്ല. അതിലത്തെ നേരിയ കമ്പി കെട്ടി അതങ്ങനെ കുത്തിയപ്പോൾ ഒന്നിച്ചു വെളിച്ചം വന്നു. സകലതും അത് ഒരെണ്ണിലൊക്കെ ഒരുപോലെ കെട്ടുമോ എന്ന് നമുക്ക് തോന്നാം. ഇതുപോലെ ഈശ്വര ചൈതന്യം നമ്മളിലുള്ളത് എവിടെയോ ഒരു ലൂസ് കോണ്ടാക്ട് എന്നൊക്കെ പറയാറുണ്ട്, അത്രയേ ഉള്ളൂ. അതൊന്ന് ശരിയാക്കി കെട്ടാൻ എല്ലാ ഗുരുനാഥന്മാർക്കും പറ്റും. അല്ലാണ്ട് ഇലക്ട്രിക് എഞ്ചിനീയറിന് വലിയ വലിയ ഇത് പാസ്സായ ആളെ അല്ലെങ്കിൽ വിദ്യുച്ഛക്തിയുടെ മന്ത്രിയെ ഒക്കെ വിളിച്ചു കൊണ്ടുവരണമൊന്നും വേണ്ട ഇവിടുത്തെ ഫ്യൂസ് കെട്ടാൻ. അത് ഏതൊരാൾക്കും കഴിയുന്നതാണ്. ഇതുപോലെ ഭാഗവതം പറയണു, നഖി ഏകസ്മാൻ ഗുരോജ്ഞാനം സുസ്ഥിരം സുഷ്കരം. എന്നെ കൊണ്ടുപോകണേ, ഞാൻ ഒറ്റയ്ക്കാണ് പറയാം, ഇവിടുന്ന് അല്ലാണ്ട് ആരുമില്ല എന്നെ രക്ഷിക്കാമെന്നൊന്നും പറയണ്ട. എല്ലാവരും എന്നും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കാൻ പറ്റണവരാണ്. ഭാര്യാഭർത്തൃബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷയാവാം. പിതൃപുത്രബന്ധം അല്ലേ, ഭാഗവതത്തിൽ തന്നെ എത്ര 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 കഥകൾ പറഞ്ഞു. ഇല്ലേ, ഓരോ തരം ബന്ധങ്ങൾ കപിലവാസുദേവൻ മകനായിട്ട് വന്ന് അമ്മയ്ക്ക് ഉപദേശിച്ചത്. ഇല്ലേ, ഇതാ ഇപ്പോൾ അച്ഛനമ്മമാർക്ക് ഭഗവാൻ നാരദരെ കൊണ്ട് ഉപദേശം കൊടുത്തത്. ത്വമേ ഭൃത്യ സുഹൃത്തഖ എന്ന് പറഞ്ഞ് ഉദ്ധവന് ഉപദേശം കൊടുക്കണത്. ഉദ്ധവൻ്റെ ആരാ ഭഗവാൻ? ശരിക്കും പറഞ്ഞാൽ ആരുമില്ല. യാദവന്മാരിൽ ഒരാളാണ്, പ്രധാനിയാണ് ഉദ്ധവൻ. ഭഗവാനും യാദവന്മാരിൽ പ്രധാനിയാണ്. ആ സൗഹൃദമാണ് ഉദ്ധവനെ വാസ്തവത്തിൽ പറഞ്ഞാൽ ഉദ്ധവനാക്കിയത്. ഉദ്ധവന് പേരെന്താണെന്നറിയോ? ഉത്സവമൂർത്തി എന്നാണ്. അപ്പോൾ ഉത്സവമൂർത്തിയായ ആനന്ദ സ്വരൂപനായ ഭഗവാന്റെ ഒപ്പം നടന്ന് അതിന്ന് കിട്ടിയത് മുഴുവൻ ശേഖരിച്ച് വെച്ചാണ് ഉദ്ധവൻ ഉത്സവമൂർത്തിയായിട്ട് ബദിരിയിലേക്ക് പോകാൻ പോകുന്നത്. അല്ലേ, ഇത് തൃതീയ സ്കന്ധത്തിൽ ഓർമ്മിപ്പിച്ചു. അപ്പം ആ ഉത്സവമൂർത്തിയാകുന്ന ഭഗവാന്റെ ഒപ്പം നിന്നിട്ട് കിട്ടിയത് കഥയാണ് പറയണത്. യദു മഹാരാജാവിന് ദത്താത്രേയനെ കാണാൻ പറ്റിയപ്പോൾ ഉദ്ധവ സകലതും ഗുരുനാഥന്മാരാണ് എന്നത് ബോധ്യപ്പെടുത്തി യദുവിനെ അദ്ദേഹം. എൻ്റെ ഗുരുനാഥന്മാരാ അവിടെയൊക്കെ. ഏതാ? ദാ ഒരു ഗുരു, അത് ആകാശം, ദാ ഒരു ഗുരു സൂര്യൻ, ദേ ഒരു ഗുരു ചന്ദ്രൻ, ദേ കാറ്റ് ഗുരു, ദേ വെള്ളം ഗുരു. അത് ശരി, നമ്മൾ പറയാറുണ്ട് എന്താ ഇതൊക്കെ നമ്മളെപ്പോഴും കാണുന്നതല്ലേ? അതാണ് ഭാഗവതം ചോദിക്കുന്നത്. എപ്പോഴും കാണുന്നതല്ലേ? വൈ കോൺ ഐ, എന്തുകൊണ്ട് ഞാൻ ഇവരെയൊക്കെ ഗുരുനാഥന്മാരാക്കിയില്ല? എന്തുകൊണ്ട് എനിക്കത് കഴിഞ്ഞില്ല? ചോദിക്കൂ നമ്മളോട്. വൈ കോൺ ഐ മേക്ക് ദം അവർ റിപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ ഗുരുസ്? പറ്റണില്ല. അങ്ങനെയല്ല, എല്ലാവരെയും ഗുരുവാക്കാനുള്ള വിനയം നമുക്കുണ്ടായാൽ മതി. ഇദ്ദേഹം എൻ്റെ ഗുരുവാകും. പിങ്കള നാമ വേശ്യാസി എന്നാ പറയുന്നത്. പിങ്കള എന്നുള്ള വേശ്യയില്ലേ എൻ്റെ ഗുരുനാഥിയാണ്. അഭിമാനത്തോടെ പറയണു. നമ്മളാണെങ്കിൽ അത് കളിയാക്കില്ലേ? വാസവദത്തയുടെ കഥ വളരെ പ്രസിദ്ധല്ലേ? കുമാരരാജൻ എന്താ വാസവദത്തയുടെ കഥ എടുത്തത്? അവിടെ ഉപഗുപ്തൻ വാസവദത്തെ നല്ലവണ്ണം അനുഗ്രഹിച്ചു. അപ്പോൾ ഉപഗുപ്തയും വാസവദത്തയും തമ്മിലുള്ള ബന്ധം, ഭക്തരുടെ മറിയോ യേശുദേവനും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് അനവധി ഉണ്ടാവും ലോകത്ത്. ഈ ബന്ധങ്ങളൊക്കെ നമുക്ക് ചീത്തയായിട്ട് അപകടമായിട്ട് കാണാനാണ് ഇഷ്ടം, ഇൻട്രസ്റ്റ്. അത് ആരെങ്ങനെ അപകടമായിട്ട് വളച്ചൊടിച്ച് പറഞ്ഞതെന്നാണ് നോക്കുക. ഒരാൾ ഭാഗവതം വായിക്കുമ്പോൾ കയറി വന്നു പറഞ്ഞു, തിരുമേനിയോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം തിരുമേനി വായിച്ചു, ഞാൻ കേട്ടു. പിങ്കളാനാമത് ഏഷ്യാസി ഭാഗവത്തിലുള്ള വരികയാണ്, ദത്താത്രേയം പറഞ്ഞതാ. അങ്ങനെ പറയുന്നുണ്ട്. ഇനി മുതൽ വായിക്കുമ്പോൾ അവിടെ ഒന്നുകിൽ ശബ്ദമില്ലാണ്ട് വായിക്കുക. അങ്ങനെ എല്ലാവരും കേൾക്കത്തില് ആ രണ്ടക്ഷരം പറയാൻ പാടില്ല. ഞാനെന്താ ചെയ്യുക? കുട്ടിക്കാരന്മാരെ അച്ഛനും ഗുരുനാഥന്മാരും പറഞ്ഞ് പഠിപ്പിച്ച ഭാഗവതം അത് ഉരുന്നല്ലാണ്ട് ഇങ്ങനൊരു അപകടം അതിന് പതിയിരിക്കേണ്ടതെന്ന് അയാൾക്ക് തോന്നി, എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ പലർക്കും തോന്നിയിട്ടില്ല. അയാൾ പറയുന്നത് അങ്ങനൊരു ചീത്ത വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. ആലോചിക്കുക നമ്മൾ സ്വയം. ഇപ്പം ആരുടെ കയ്യിലാ അധികം ചീത്തത്തരം? ആ വാക്കങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ഒരു ചെടിപ്പ്. ദത്താത്രേയനുണ്ടായിട്ടില്ല അത് പറയുമ്പോൾ ചെടിപ്പ്. ദത്താത്രേയൻ പറഞ്ഞു അവളെ പിങ്കള എൻ്റെ ഗുരുനാഥിയായിരുന്നു. രാത്രി വരെ ഓരോരുത്തരും പുതിയ ആളുകൾ വരണത് കാത്തിരുന്ന അവള് രാത്രിക്ക് ശേഷം, അർദ്ധരാത്രിക്ക് ശേഷം അവളുടെ ഹൃദയത്തിൽ കൃഷ്ണാവതാരം നടന്നു. എന്നുവെച്ചാൽ അറിവിൻ്റെ കൃഷ്ണാവതാരം, അറിവിൻ്റെ പൂർണ്ണത. അത് കാരണം 3 മണിയായപ്പോഴേക്കും അവൾ പാടി
സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യം ഇമം വിഹായ അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ. പ്രഭാതത്തിലെ അറിവിൻ്റെ ഭൂപാളരാഗം അവളിലേക്ക് ഇതാ വളർന്നു വന്നു. അവള് മരത്തിൻ്റെ ചോട്ടിൽ ധ്യാനനിരതയായിരിക്കണതാണത്രേ ദത്താത്രേയൻ പിറ്റേന്ന് കണ്ടത്. പിങ്കള എന്ന ഗുരുനാഥയ്ക്ക് നമസ്കാരം, നെല്ല് കുത്തുന്ന കുട്ടിയുടെ കയ്യിലെ വളയ്ക്ക് നമസ്കാരം. ഇങ്ങനെ അങ്ങനെ തുടങ്ങി കണ്ടതിനെ മുഴുവനും ഗുരുനാഥന്മാരാക്കി സ്വീകരിച്ചു നടക്കുന്ന ദത്താത്രേയൻ്റെ ആ ഉപദേശം ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവന് ആദ്യം പറഞ്ഞു കൊടുത്തു. എനിക്ക് വേണ്ടത് പറഞ്ഞു എന്നെ കൊണ്ട് നടക്കാൻ ആരുമില്ല എന്ന് പറയുന്നതിന് പകരം എത്ര 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 ആളുകളാണ് നമ്മുടെ നാട്ടിൽ നമ്മളെ കൊണ്ട് നടക്കാൻ തയ്യാറായിട്ടുള്ളത് എന്ന് ഇങ്ങനെ വിചാരിക്കൂ. പിന്നെ ഭഗവാൻ ഉപദേശങ്ങൾ വിസ്തരിച്ച് പറയാൻ തുടങ്ങണു. സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് സനകാദികൾ ചെന്ന് ആവലാതി പറഞ്ഞു. മനസ്സിലേക്ക് ഗുണങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നു, ഗുണങ്ങളിലേക്ക് മനസ്സ് അങ്ങോട്ട് ചാടിപ്പോണു. ഇതിൻ്റെ ഇടയിൽ തടസ്സം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കണില്ലല്ലോ. അച്ഛാ, എന്തെങ്കിലും ഒരു ഉപദേശം തരൂ ബ്രഹ്മാവിനോട്. ഉദ്ധവ ബ്രഹ്മാവിനോട് ആവലാതി പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ ഹംസമായിട്ട് ചെന്നു. അരയന്നത്തിന് പാലും വെള്ളവും കൂട്ടിച്ചേർത്ത് വെച്ചാലും കൊക്കങ്ങളെടുത്താൽ പാല് മാത്രമായിട്ട് പോരും, വെള്ളം അവിടെ നിൽക്കും. പാലിന് വെള്ളം എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന യന്ത്രമൊക്കെ ഒന്നുണ്ട്. ഈ പാലിനെ മാത്രമായിട്ട് അതൊന്നും മാറ്റിയെടുക്കാൻ ഉള്ള യന്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടില്ല. അതുണ്ട്, അതാ പറയണത്. അത് ഹംസത്തിൻ്റെ കൊക്കിനുണ്ട് അത്രേ. അപ്പം അതേപോലെ നമ്മൾ ഓരോരുത്തരും പരമഹംസന്മാരായി മാറുമ്പോൾ എത്ര വിഷയങ്ങളിൽ പെട്ടാലും നമുക്കതിൽ നിന്ന് വേണ്ടത് മാത്രം എടുക്കാൻ സാധിക്കും എന്നുള്ള ഉപദേശങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ഇനി ഭക്തിയോഗത്തെക്കുറിച്ചും മറ്റും വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് വിസ്തരിച്ച് അയിളഗീതം അതേപോലെ ഭിക്ഷുഗീതം ഒക്കെ ഉപദേശിച്ച് ഉദ്ധവനെ യാത്രയാക്കുന്ന രംഗം നാളെ കേൾക്കാം. 12 മണിക്ക്